ഹലോ സുഹൃത്തുക്കളെ, ഷമ്മു ബ്രോ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ ഗൈസ്, ഇതാണ് നമ്മുടെ വെണ്ണിക്കുളത്തിൻ്റെ ആവേശം. നല്ല കാണികളൊക്കെ നിറഞ്ഞ് ഫൈനൽ കാണാൻ എത്തിയിട്ടുണ്ട്. അടിപൊളി കളിയായിരിക്കും ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നല്ല ക്രൗഡുണ്ട് ഗൈസ്, നല്ല ക്രൗഡുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്ന് കളി കാണാൻ എത്തിയപ്പോഴത്തേക്കും താമസിച്ചു പോയി. അപ്പോഴേക്കും നമ്മുടെ പ്രായമുള്ള ആൾക്കാരുടെ കളി തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും തിരുവല്ല ഒരു ഗോൾ അടിച്ചു. തിരുവല്ലയും വെണ്ണിക്കുളം തമ്മിലായിരുന്നു കളി. അപ്പോഴത്തേക്കും തിരുവല്ല ഒരു ഗോളൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇവരുടെ കളി ഇങ്ങനെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ഒരു ചേട്ടൻ, നമ്മുടെ വെണ്ണിക്കുളത്ത് കളിക്കുന്ന ഒരു ചേട്ടൻ കയറി വന്ന് അടിപൊളി ഒരു ഗോള് അടിച്ച് സമനില പിടിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം കൂടെ കാണത്തുള്ളൂ ഈ കളി. അതിനിപ്പം തിരിച്ചടിക്കാനുള്ള സമയം കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം അവർ ഭയങ്കര ആഹ്ലാദ പ്രകടനമൊക്കെ ആയിരുന്നു. സമനില പിടിയപ്പോൾ തന്നെ തോറ്റ് നിന്ന കളി തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വികാരം തന്നെയാണ്. അത് ഒരുമാതിരിപ്പെട്ട കളിക്കാർക്ക് കൊണ്ടൊന്നും പറ്റുന്ന സംഭവമല്ല കളിയെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. പിന്നെ ഗൈസ്, നമ്മുടെ വെണ്ണിക്കുളത്തിൻ്റെ കൂടെ ഗോൾ നിൽക്കുന്നത് പണ്ട് സന്തോഷ് ട്രോഫിയിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് സുഹൃത്തുക്കളെ. പിന്നെ ഇവരിപ്പോൾ സമനില പിടിച്ച് നിൽക്കുകയാണ്. ഓരോ ഗോൾ അടിച്ച് സമനില പിടിച്ച് നിൽക്കുകയാണ്. ഇനിയും കൂടി ഇപ്പോൾ 2 മിനിറ്റത്തെ കളിയും കൂടെ ഒക്കെ ഉള്ളൂ. കളി മിക്കവാറും പെനാൽറ്റിയിലേക്കാണ് പോകുന്നത്. ദേ ഗൈസ്, ഫൈനൽ വീസിൽ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രായമുള്ളവരുടെ കളി കഴിഞ്ഞപ്പം അവരുടെ ആ കളി പെനാൽറ്റിയിലേക്ക് പോയി ഗൈസ്. അപ്പം അവരുടെ പെനാൽറ്റി ഷൂട്ടൗട്ടിന് മുമ്പായിട്ട് ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നമ്മുടെ ഫോറസ്റ്റ് അക്കാഡമിയുടെ സംഘാടകർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ഒരു ബാഡ്ജൊക്കെ പിടിച്ച് മുന്നോട്ട് വന്നു. ശരിയാണ് ഗൈസ്, ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ലഹരി അടിച്ച് MDMA കഞ്ചാവ് അടിച്ച് വീട്ടിലടിച്ച് പിള്ളേർ തന്തയും തള്ളി എറിയ നിൽക്കുന്ന സമയമാണ്. ഒറ്റ കുട്ടികൾ പോലും ഇപ്പം പണ്ടത്തെ പോലെ കളിക്കാനോ, പണ്ട് എല്ലാവർക്കും അറിയാം വേനലവധിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്തൊരു പ്ലേ ഗ്രൗണ്ടിനകത്ത് പോവുക. അവിടെ രാവും പകലും രാവിലെ 7 മണിക്കും ഒക്കെ പോയിട്ട് വൈകിട്ട് 7 മണിക്കും കളി തീരാതെ നിന്ന സമയങ്ങളുണ്ട് ഗൈസ്. അതൊക്കെ ഓർക്കും ഇപ്പോൾ ഒത്തിരി മിസ്സിങ് ആണ്. ഇപ്പം നമുക്ക് പ്രായം കൂടുന്നവരും ബാധ്യതകൾ വന്ന സ്ഥിതിക്ക് അങ്ങനൊന്നും പറ്റത്തില്ല. എന്നാലും ഞങ്ങൾ എന്നും വൈകിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ഇവിടെ വെണ്ണിക്കുളത്ത് നാരകത്താനിയിൽ ഒരു അടിപൊളി ഗ്രൗണ്ടുണ്ട്. ഞങ്ങളവിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാണ്. ഒരു ദിവസം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. നമ്മുടെ ഗ്രൗണ്ടിനെയൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. ഞങ്ങൾ പ്ലേയേഴ്സ് ഒരു 10-15 പേര് എപ്പോഴും കാണും. പിന്നെ അവർ വിശ്വാസികളെയൊക്കെ വിളിച്ച് ഇപ്പം ലഹരിയുടെ ആ ക്യാമ്പയിൻ പരിപാടിയാണ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ ക്യാമ്പയിനൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുമ്പത്തെ കളിയുടെ പെനാൽറ്റി ഷൂട്ടൗട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെനാൽറ്റി ഇപ്പോൾ ആദ്യം തിരുവല്ല അടിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ തിരുവല്ല ഒരു ഗോൾ അടിച്ചു ഗൈസ്. ഇനിയും അടുത്ത വെണ്ണിക്കുളമാണ് അടിക്കുന്നത്. വെണ്ണിക്കുളം ഒരെണ്ണം അടിച്ചു. വീണ്ടും തിരുവല്ലയുടെ പ്ലെയർ അടിക്കാൻ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗോളിച്ചേട്ടൻ ഈ പന്ത് എന്താ പൊടിഞ്ഞാലും തടയുമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷേ ഗോൾ കയറി ഗൈസ്. അടുത്ത വെണ്ണിക്കുളത്തിൻ്റെ 2ാമത്തെ ഷൂട്ടൗട്ട്, അതും ഗോൾ കയറി ഗൈസ്. പിന്നെയും തിരുവല്ല ആണ് അടിക്കുന്നത്. പിന്നെ തിരുവല്ല ഒരെണ്ണം അടിച്ചു, ഗോൾ നേടി ഗൈസ്. ഇപ്പോൾ ഇതാ വെണ്ണിക്കുളം വീണ്ടും അടിക്കാൻ വന്നു 3ാമത്തെ. വെണ്ണിക്കുളവും അത് ഗോളാക്കി. പിന്നെ നമ്മുടെ തിരുവല്ലയുടെ 4ാമത്തെ അടി അത് നിർഭാഗ്യവശാൽ പുറത്ത് പോയി ഗൈസ്. അപ്പോൾ ഇപ്പം 4-3 നിലയിലായി. അങ്ങനെ വെണ്ണിക്കുളത്തിൻ്റെ 4ാമത്തെ അടിയാണ്, അതും ഗോളി കയറ്റി ഗൈസ്. 4-3 എന്ന നിലയിൽ വെണ്ണിക്കുളം തുടരുന്നു. ഇത് 5ാമത്തെ ഗോളും തിരുവല്ല അടിച്ച് പുറത്ത് കളഞ്ഞു ഗൈസ്. അങ്ങനെ അത്യുഗ്രൻ വാശിയേറിയ മത്സരവും പെനാൽറ്റി ഷൂട്ടൗട്ടും കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തം വെണ്ണിക്കുളം ജേതാക്കളായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പ്രായമൊന്നും ഒരു വിഷയമല്ലെന്നും പറഞ്ഞ് നമ്മുടെ അപ്പച്ചന്മാർ കപ്പെടുത്തു. അങ്ങനെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് ഗൈസ്, ഇതാ നമ്മുടെ ഫൈനൽ പോരാട്ടം തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ തിരുവല്ലയുടെ ടീം കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തെ വശത്ത് നമ്മുടെ പൾസ് എറണാകുളം എന്ന ടീമും ഇറങ്ങാനായിട്ട് പോവുകയാണ് ഗൈസ്. അവരും ഇപ്പോൾ ലൈനപ്പ് ചെയ്ത് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങും. സുഹൃത്തുക്കളെ, ഫോറസ്റ്റ് അക്കാഡമിയുടെ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞാൽ വെണ്ണിക്കുളം പ്രദേശവാസികൾക്ക് ഒരു ഭയങ്കര വികാരം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വർഷം 45 കൊല്ലമായിട്ട് നടന്നു വരുന്ന ടൂർണമെൻറ്റാണ് വെണ്ണിക്കുളം ഫോറസ്റ്റ് അക്കാഡമി ടൂർണമെൻറ്റ്. ഏതൊരു പ്രവാസിയാണെങ്കിലും മിസ് ചെയ്യുന്നൊരു സംഭവമാണ് ഫോറസ്റ്റിൻ്റെ ടൂർണമെൻറ്റ് കാണാൻ വരിക, കൂട്ടുകാരൊത്ത് കമൻ്റ് അടിക്കുക, അതുപോലെ തന്നെ വാശിയേറിയ കളി കാണുക എന്നുള്ളത്. ഇപ്പോൾ എറണാകുളത്തിൻ്റെ കൂടെ 3 വിദേശ താരങ്ങൾ, സുഡാനിൽ നിന്ന് വന്നിട്ടുള്ള വിദേശ താരങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ ഭയങ്കര ഒരു ആവേശമായിരിക്കും ഈ കളി നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. നമുക്ക് ബാക്കി കളി കണ്ടു നോക്കാം. അങ്ങനെ വെണ്ണിക്കുളത്തിൻ്റെ മണ്ണിൽ തീ പാറുന്ന പോരാട്ടം കാണാനാണ് കാണികളെല്ലാം ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത്. പൾസ് എറണാകുളത്തിൻ്റെ കൂടെ വന്ന സുഡാനികൾ എന്തായിരിക്കും ഇവിടെ അവരുടെ അഭ്യാസ പ്രകടനം കാഴ്ചവെക്കുന്നതും കൂടെ കാണാനാണ് കാണികളെല്ലാം ആകാംക്ഷയോടെ ഇരിക്കുന്നത് ഗൈസ്. ഇതാ സുഡാനിയാണ് ഒരുത്തൻ വാമപ്പ് ചെയ്യുന്നത്. ഇതാ നമ്മുടെ ടീമിനെ ഇനിയും
ലൈനപ്പ് ചെയ്യാനായിട്ട് അനൗൺസ് ചെയ്തു. കാരണം കളി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വിശിഷ്ടാതിഥികൾക്കൊക്കെ പരിചയപ്പെടുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് വേണ്ടി നമ്മുടെ ടീം അംഗങ്ങൾ, ഇരു ടീം അംഗങ്ങളും ലൈനപ്പ് ചെയ്തു. നമ്മുടെ വിശിഷ്ടാതിഥി വന്ന് അവരെ കൈ കൊടുത്ത് പരിചയപ്പെടും. അതിനുശേഷമായിരിക്കും കളി തുടങ്ങുന്നത്. നമ്മുടെ PSC ബാങ്കിന്റെ ചെയർമാൻ ഡോക്ടർ ജേക്കബ് ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിനീത് കുമാർ, റൻസി തോമസ്, ഇതാ മൈതാന മധ്യത്തിലെയും കളിക്കാരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗൈസ്, നമ്മുടെ വിശിഷ്ടാതികളൊക്കെ പരിചയപ്പെട്ടിട്ട് പോയി. ഇനി ടീം അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് കൈ കൊടുത്ത് പരിചയപ്പെടുകയാണ്. ഇതാ ഫോർച്യൂണ തിരുവല്ലയും പൾസ് എറണാകുളം തമ്മിലുള്ള അതിഗ്രം മത്സരം തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. ഇതാ ഇരു ടീമുകളും പൊസിഷനൊക്കെ ചെയ്തു. ഇതാ ഇപ്പോൾ തന്നെ നമുക്ക് മത്സരം തുടങ്ങും ഗൈസ്. ഫസ്റ്റ് ടച്ചിനുള്ള ടോസ് ഇട്ടപ്പോൾ നമ്മുടെ പൾസ് എറണാകുളത്തിനാണ് ആ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഒരു ഷോട്ട് തന്നെ അവർ പോസ്റ്റിലേക്ക് അടിച്ചു. പക്ഷേ അത് തിരുവല്ലയുടെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലാണ് ചെന്ന് പെട്ടത്. ഗോൾ കീപ്പർ അവിടെ നിന്നൊരു ഗോൾ കിക്ക് അടിച്ചു. ഇതാ നമ്മുടെ ഇപ്പുറത്തെ എറണാകുളത്തിൻ്റെ പോസ്റ്റിൻ്റെ ഗോളിടയിലും ആ ബോൾ എത്തി. അതായിരിക്കും അതിനെ ചടങ്ങെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇവരങ്ങനെയാണ് കളിച്ചത്. ഇതാ അടിപൊളി ഒരു മുന്നേറ്റം. എറണാകുളത്തിൻ്റെ ഡിഫൻഡർ നല്ലൊരു ബോള് മുന്നിലോട്ട് ഫോർവേഡിനെ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് തിരുവല്ലയുടെ കാലുകളിൽ ചെന്ന് വിട്ടു. വീണ്ടും ബോൾ എടുക്കാനായിട്ട് നമ്മുടെ എറണാകുളത്തിൻ്റെ ഗോളിൽ നിന്ന് ബോൾ എടുത്തു. ഇതാ ഒരു പാസ്, അത് തിരുവല്ലയുടെ കാലുകളിൽ തട്ടി വീണ്ടും തിരുവല്ലയിലെ വേറൊരുത്തിൻ്റെ കാലിൽ ചെന്നു. ഇതാ നല്ലൊരു മുന്നേറ്റത്തിന് വന്നെങ്കിലും ആ ബോള് തിരുവല്ലയുടെ പ്ലെയറിൻ്റെ കാലിൽ കൊണ്ട് ഔട്ടിൽ പതിച്ചു. സോറി ഗേസ്, ആ ബോൾ ചെന്ന് ഔട്ടിലല്ല പതിച്ചത്. അത് എറണാകുളത്തിനൊരു ത്രോയിലേക്കാണ് പതിച്ചത്. ഇതാ ത്രോ എടുക്കാനായിട്ട് ബോൾ എടുത്തപ്പോൾ ബോളിന് കാറ്റില്ലെന്നും പറഞ്ഞ് അളിയൻ റെഫറിയുടെ കയ്യിലോട്ട് ബോൾ കൊടുത്തു. പിന്നെ ബോളൊക്കെ കൊടുത്ത് നമ്മൾ ത്രോ ഒക്കെ എറിഞ്ഞു ഗൈസ്. ത്രോ എറിഞ്ഞെങ്കിലും ആ ബോൾ വീണ്ടും ത്രോയിലേക്ക് തന്നെ പതിച്ചു. അങ്ങനെ വീണ്ടും എറണാകുളത്തിന് ഒരു ത്രോ ലഭിച്ചു. ആ ത്രോ അബദ്ധവശാൽ തിരുവല്ലയുടെ പ്ലെയറിൻ്റെ കാലിലാണ് ചെന്ന് പതിച്ചത്. തിരുവല്ലയുടെ ഡിഫൻഡർമാരെ പറ്റിച്ചുകൊണ്ട് നല്ലൊരു ഗോൾ അടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതാ നല്ലൊരു അടി പോസ്റ്റിലേക്ക് വെച്ചെങ്കിലും അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഇതാ ഗോൾ കീപ്പർ നല്ലൊരു മുന്നേറ്റം കൊടുക്കുന്നു. പക്ഷേ അബദ്ധവശാൽ വീണ്ടും എറണാകുളത്തിൻ്റെ കൈകളിൽ ചെന്ന് വിട്ടു. സോറി ഗൈസ്, കാലുകളിലാണ് പെട്ടത്. ഇതാ നല്ലൊരു കളിയാണ് ഇവിടെ കാണുന്നത്. ഇവനെന്തായി കാണിക്കുന്ന ഗൈസ്? ഇതാ ഡിഫൻഡറിൻ്റെ കാലിലേക്ക്, തിരുവല്ലയുടെ 10 നമ്പർ ഡിഫൻഡറിൻ്റെ കാലുകളിലേക്കാണ് ബോൾ കിട്ടിയിരിക്കുന്നത്. ഇവന്മാരെ പറ്റിച്ച് എങ്ങനെ ഞാൻ ബോൾ കൊടുക്കുമെന്നൊക്കെ ആലോചിച്ച് നിന്നിട്ട് അളിയൻ ഇട സൈഡിലേക്ക് ബോൾ കൊടുത്തു. അവൻ ആ ബോൾ തിരുവല്ലയിലെ പ്ലെയറിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുവല്ലയിലെ പ്ലെയർ വീണ്ടും എറണാകുളത്തിൻ്റെ പ്ലെയറിന് ബോൾ കൊടുത്തു. അങ്ങനെ കളി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പന്തം കൊണ്ട് എറണാകുളത്തിൻ്റെ താരം പായാൻ പോയപ്പോഴേക്കും നമ്മുടെ തിരുവല്ലയുടെ ഒരു പ്ലെയർ ബോൾ എടുത്തുകൊണ്ട് അവനുമായിട്ട് അടിപിടി ഉണ്ടാക്കി മുന്നോട്ട് വന്നു. പക്ഷേ ആ ബോൾ എറണാകുളത്തിൻ്റെ ഡിഫൻഡർ അടിച്ച് ക്ലിയർ ചെയ്തു. വീണ്ടും കളി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തിൻ്റെ കാലുകളിലാണ് ബോൾ. എറണാകുളവും തിരുവല്ലയിൽ ആരെയും ഒരു ഗോൾ ആദ്യം നേടും, ആര് ഗോൾ നേടും എന്ന ആകാംക്ഷയിലാണ് ഗൈസ് എല്ലാവരും നിൽക്കുന്നത്. ആവേശഭരിതമായ നല്ലൊരു കളിയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇതാ നല്ലൊരു മുന്നേറ്റം, തിരുവല്ലയുടെ പ്ലെയർ നല്ലൊരു മുന്നേറ്റം. ഇതാ അവൻ ഗോൾ അടിക്കോ ഇല്ലെന്നറിയത്തില്ല. ഇതാ എറണാകുളത്തിന് ഡിഫൻഡർ അത് അടിച്ച് ത്രോ കളഞ്ഞു ഗൈസ്. തിരുവല്ല ത്രോ ബോൾ എറിഞ്ഞു. ഇതാ തിരുവല്ലയുടെ പ്ലെയറിൻ്റെ നല്ലൊരു അടി പോസ്റ്റിലേക്ക് വന്നെങ്കിലും അത് പോസ്റ്റിലും എങ്ങും തൊടാതെ സൈഡിൽ കൂടെ ഔട്ടിലേക്ക് പതിച്ചു. പിന്നെയും ഔട്ടിൽ നിന്ന് ബോൾ എടുത്ത് കളി തുടങ്ങിയിട്ടുണ്ട് എറണാകുളം. അവനതടിച്ച് ത്രോ കളഞ്ഞു ഗൈസ്. ഇതാ തിരുവല്ലയുടെ നല്ലൊരു മുന്നേറ്റം, നല്ലൊരു ഗോൾ അടിക്കാനുള്ളൊരു ശ്രമം ഔട്ടിൽ പതിച്ചു. നല്ലൊരു ചാൻസ് ആയിരുന്നു തിരുവല്ലയ്ക്ക് ഇപ്പോൾ കിട്ടിയിരുന്നത്. വീണ്ടും കളി തുടർന്നുകൊണ്ടിരിക്കുന്നു. തിരുവല്ലയും എറണാകുളവും തമ്മിൽ ഇഞ്ചോട് ഇഞ്ച് കളി നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളതാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ. നല്ലൊരു പാസ്, ഇതാ നല്ലൊരു മുന്നേറ്റം നിർമ്മിക്കുന്നു. അവൻ അത് അടിച്ചു ഔട്ട് കളഞ്ഞു ഗൈസ്. അത് അടിച്ചവൻ ഔട്ട് കളഞ്ഞു.
അടിപൊളി കമൻട്രികളല്ലേ ഗൈസ് കേൾക്കുന്നത്. ഇതാണ് നമ്മൾ ലൈവിൽ അവിടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശം എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായിരിക്കും. ഗോൾഡും ആൾക്കാർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും വിഫായും കണ്ടവരൊക്കെ ആയിരിക്കും. എന്നാൽ പോലും നമ്മുടെ നാട്ടിൻപുറത്തൊരു കളി നടക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു അംഗമാകുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റും. നാട്ടിലുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. നാടും വിടും വിട്ട് പോയാൽ ഒന്നും പറ്റത്തില്ല. ഇതാ തിരുവല്ലയുടെ നല്ലൊരു മുന്നേറ്റം, അത് ഓഫിൽ പതിച്ചു ഗൈസ്. നല്ല ഫൗളുവാ. അതിങ്ങോട്ട് സെക്കൻഡ് തെള്ളി പറിച്ചിടത്തേ ഉള്ളൂ. നാളെ കളിച്ചാ മതി ഇത്. നാളെ കളിച്ചാ മതി ഇത്. ഇനിയും വല്ല എന്താ പറയാ. മടിച്ചാളേ ഉള്ളൂ ഗൈസ്. ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കളിയുടെ ഗതി മൊത്തത്തിൽ മാറി ഗൈസ്. നല്ല അടിപൊളി കളിയായി. ഇതാ തിരുവല്ലയുടെ ഒരു മുന്നേറ്റം. ഇത് ഗോളാകോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. അവനിപ്പോൾ അടിക്കുമെന്ന് തോന്നുന്നു ഗൈസ്. നോക്കൂ ഗൈസ്, ആണ് അടിച്ചു. പക്ഷെ വെടുക്കെട്ട് സേവ്, ഗോളിയുടെ വെടുക്കെട്ട് സേവാണ് ഗൈസ് ഇവിടെ നമ്മൾ കണ്ടത്. ഇതാ അടുത്ത് നമ്മുടെ കോർണർ കിക്കാണ്. അടിച്ചു ഗൈസ്, അടിച്ചു തിരുവല്ല, അടിച്ചു ഗൈസ്. അങ്ങനെ എറണാകുളത്തിന് മേൽ തിരുവല്ല ഒന്നാമത്തെ ഗോൾ അടിച്ചു. 1-0 ആയി ഗൈസ്. ഇതാ വീണ്ടും കളി തുടങ്ങി. അവന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ആരസുന ആരത് വീണ്ടും അടിച്ചു ഗൈസ്, വീണ്ടും അടിച്ചു തിരുവല്ല. 2 എണ്ണം അടിച്ചു ഗൈസ്. എറണാകുളത്തിന് മേൽ 2 എണ്ണം അടിച്ചു ഗൈസ്. അത് പോട്ടേട്ടാ, പിള്ളേർ കളി കണ്ടത് അവനൊക്കെ എത്തത്തോലും ഇല്ല, പിന്നെ എങ്ങനെ കാണാനാ. ഗൈസ് അങ്ങനെ നമ്മുടെ കളിയുടെ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ 2-0 തിരുവല്ല ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ കളി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. തിരിച്ച് നമുക്കറിയാമല്ലോ, ഫുട്ബോൾ കളിയാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ചേഞ്ച് ഉണ്ട്. പോസ്റ്റ് ചേഞ്ച് കഴിഞ്ഞ് കളി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് വരുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. എറണാകുളം
ഏത് നിലയിലാണ്, പൊട്ടിപ്പാളി സൈഡ് നിൽക്കുകയാണ്. സുഡാനികളെയൊക്കെ വെച്ച് ഇറക്കിയ ടീമാണ്. ഇതുവരെ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒരു ഗോൾ പോലും അവരടിച്ചിട്ടുമില്ല. അവർ തെള്ളിയൊക്കെ ഇട്ട് കയറി വരുന്നുണ്ട്. പക്ഷേ റെഫറി ഫൗൾ വിളിച്ചു ഗൈസ്. കളി പിന്നെയും തുടങ്ങി. നല്ലൊരു മുന്നേറ്റമാണ് ഗൈസ് നടക്കുന്നത്. പക്ഷേ ഇതാ ഒരു ത്രോ ബോൾ കിട്ടിയിരുന്നു എറണാകുളത്തിന്. നല്ലൊരു അവസരം, അത് പാഴായിപ്പോയി. ഇതുവരെ ഒരു ഗോള് നേടാൻ എറണാകുളത്തിനായിട്ടില്ല. 2 എണ്ണം തിരുവല്ല അടിച്ചിട്ടുണ്ട്. ഇതാ സുഡുവിൻ്റെ ഗോൾ ശ്രമം പാഴായിപ്പോയിരിക്കുന്നു. തിരുവല്ലയുടെ ഗോളിയുടെ കൈകളിൽ ചെന്ന് വിട്ടു. വീണ്ടും നമുക്ക് നോക്കാം ഗോൾ അടിക്കുകയോ ഇല്ലയോ എന്ന്. 3 സുഡാനികളെയും പിടിച്ച് കപ്പം കൊണ്ടുപോകാൻ വന്ന എറണാകുളം ഒന്നും തന്നെ കാഴ്ചവെക്കുന്നില്ല ഗൈസ്. ആൾക്കാരൊക്കെ ഒരു ഗോൾ അല്ല 2 ഗോൾ എങ്ങനെയും എറണാകുളം അടിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നാലേ കളിക്കുള്ള ആവശ്യം വരത്തുള്ളൂ. ഇതാ ഗൈസ്, ഇത് അടിച്ച് ഗൈസ്. എറണാകുളം സൂപ്പർ ഒരു ഗോൾ അടിച്ച് ഗൈസ്. അവർ തിരിച്ചു വരുമെന്ന് തോന്നുന്നു ഗൈസ്. തിരിച്ചു വരുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കി നിൽക്കാം. അടിപൊളി കളി വീണ്ടും തുടർന്നിട്ടുണ്ട്. ഗൈസ്, ഇവന്മാർ 2 പേരും ഇടയ്ക്ക് കയറി കമൻട്രി പറയുന്നു ഗൈസ്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കില്ലെന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് ഇവന്മാർ ഭയങ്കര കമൻട്രികളാണ്. ഒന്ന് എൻ്റെ അനിയൻ ഹാഷിമും, ഒന്ന് നമ്മുടെ മുതുവാളിയുടെ സ്വന്തം സുഡു തെന്നാലിയുമാണ്. എറണാകുളം വീണ്ടും അടിച്ചു ഗൈസ്. അയ്യോ, എനിക്ക് ഫോൺ എടുത്ത് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ 2-2 സമനിലയായി ഗൈസ്. സൂപ്പർ കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വെടുക്കെട്ട് കളി, സമനിലയായിട്ടുണ്ട്. ഇനി ഓരോ ഗോൾ ആരടിക്കുന്നോ അത് അവരായിരിക്കും വിജയം. കാരണം അതിനുള്ള സമയമേ നമുക്കുള്ളൂ. സമയം രാത്രിയാകാറാകുന്നു, ഇരുട്ടുന്നു. അപ്പം സമ്മാനദാനമൊക്കെ കൊടുക്കേണ്ട കാരണം സമയമൊന്നും നീട്ടി വെത്തും, അതിനും കൊടുക്കത്തില്ല. ഇതാ വീണ്ടും ടച്ച് ചെയ്യാനായിട്ട് പോകുന്നു. കളെല്ലാം ഭയങ്കര ആകാശകരമായി ഗൈസ്. കാരണം ഒരു കളി തോറ്റ് നിന്ന കളി തിരിച്ചു കൊണ്ടുവന്ന കളിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അടിപൊളിയായിരിക്കും. ഓരോ ഗോളുകൂടെ അടിച്ചാൽ ആരായിരിക്കും വിജയമെന്ന് നമുക്കറിയാം. ഇല്ലേ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കളി പോകും. ഇതാ ഇരു ടീമുകളുടെ വെടിക്കെട്ട് ശ്രമം. ഇതാ ഗൈസ്, അതൊരു ഓഫിലേക്കാണ് പോയത്. നല്ലൊരു മുന്നേറ്റങ്ങൾ കാണുന്നു. നല്ല കളികൾ കാഴ്ചവെക്കുന്നു. ഒരാൾ ഫൗളൊക്കെ ആയിട്ട് ഇവിടെ കിടക്കാൻ നോക്കുന്നു. പക്ഷേ റഫറി മൈൻഡ് ചെയ്തിട്ടില്ല. എന്താ ടീമെ നീ മൈൻഡ് ചെയ്യാൻ? എറണാകുളത്തിന് അനുകൂലമായ ഒരു ത്രോ ആണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ പകുതിയിൽ കാണികളെല്ലാം എറണാകുളത്തെ പൊട്ടന്മാരെന്ന് വിളിച്ചെങ്കിലും അവർ 2ാം പകുതി അവർക്ക് മുന്നിൽ കാഴ്ചവെച്ചത് അതിഗംഭീര കളിയായിരുന്നു. കാരണം 2 ഗോൾ അടിച്ച് തിരിച്ചു വന്നു. ഈ കളി ആര് ജയിക്കുമെന്നറിയത്തില്ല. അവർ ജയിച്ചാൽ അവർക്ക് വല്ലാത്തൊരു ഭയങ്കര വിജയമായിരിക്കും. കാരണം തോറ്റു നിന്ന കളി 3 എണ്ണം അടിച്ച് ജയിച്ചതോ അല്ലെങ്കിൽ പെനാൽറ്റിക്ക് ജയിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു വലിയൊരു കാര്യം തന്നെ ആയിരിക്കും. എറണാകുളം വരെ സുഡാനികളെയും കൊണ്ട് വന്നത് വെറുതെയാവില്ല എന്നാണ് എറണാകുളം ടീമിൻ്റെ മാനേജർ സംസുക്ക പറയുന്നത്. സംസുക്ക എന്നായിരിക്കും പേര് കേട്ടോ. ഇതാ എറണാകുളത്തിന് നല്ലൊരു മുന്നേറ്റം കാണുന്നു. ഇടയ്ക്ക് അവന്മാർ കളിക്കൊന്ന് സ്ലോ ആക്കിയ പോലെയാണ് ഫീൽ ചെയ്തത്. നോക്കാം ആര് ജയിക്കും, നമുക്ക് നോക്കാം ഗൈസ്.
ഗോളികൾക്കാണ് ഗൈസ് ടെൻഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ പെനാൽറ്റി പോയിട്ടുണ്ടെങ്കിൽ ഗോളിയുടെ ഗൈസ് നമ്മുടെ അർജൻറ്റീനയും ഫ്രാൻസും തമ്മിലുള്ള കളി ഓർക്കുന്നുണ്ട് ഗൈസ്. ഞാൻ വല്ലാണ്ട് ഓർക്കുന്നത് ഗൈസ്. 2 ഗോൾ തിരിച്ച് ഫ്രാൻസ് അടിച്ചപ്പോൾ ഇരുന്ന പടക്കമെല്ലാം എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ കയറി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. വരുന്നത് കൊണ്ടല്ലേ ഫ്രാൻസ് ഗോളികൾ നമ്മളെ കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ കളിയൊക്കെ ജയിച്ച് അത് ഞാൻ ഇപ്പോഴും വല്ലാണ്ട് ഓർക്കുന്നു. അന്ന് നമ്മുടെ മെസ്സി ആണെങ്കിലും ഇമി ആണെങ്കിലും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പെട്ടു പോകത്തുണ്ട്. എന്തോ ഫൗൾ അവിടെ സംഭവിച്ചിരുന്നു. ഞാനപ്പോൾ ശ്രദ്ധിച്ചില്ല. അങ്ങോട്ട് ഇടയ്ക്ക് നമ്മളെ അറിയാവുന്നതിനൊക്കെ ഡേഡാന്ന് വിളിക്കുന്നതുകൊണ്ടും ചുമ്മാതി എന്ന് വിളിക്കുന്നതുകൊണ്ടും ഒക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. അതിൻ്റെ കൂടെ ആലയും കാര്യങ്ങളും എല്ലാം സൈഡിൽ കൂടെ നടക്കും. നല്ലൊരു ഗോൾ കിക്ക്. അത് വീണ്ടും ഒരു ത്രോയിലേക്ക് വധിച്ചു. രണ്ടാം സമ്മാനത്തിന്റെ വിജയിയായവർ ടിക്കറ്റുമായി പങ്കെടുക്കേണ്ടതാണ്. ടിക്കറ്റ് നമ്പർ 5222. ഇതൊരു ഗോളായിരിക്കുമോ ഗൈസ്? നമുക്ക് നോക്കാം. എറണാകുളത്തിന് നല്ലൊരു ഫോണിപ്പോൾ പോയിനെ ഗൈസ്. ഇവൻ എൻ്റെ വ്ളോഗ് കാണുന്നവനാന്ന് തോന്നുന്നു. അറിഞ്ഞുകൊണ്ട് അവൻ തല്ലി പൊട്ടിക്കാൻ ശ്രമിച്ചാന്ന് തോന്നുന്നു ഗൈസ്. നിർഭാഗ്യവശാൽ 2 ഗോളുകൾ കയറുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല ഗൈസ്. നിങ്ങളെന്നോട് ക്ഷമിക്കും. നമ്മുടെ വാശിയേറിയ ഫുട്ബോൾ മാമാങ്കം ഇവിടെ തീർന്നപ്പോൾ തിരുവല്ലായ്ക്ക് മേൽ എറണാകുളം 3-2 എന്ന നിലയിൽ കളി ജയിച്ചു ഗൈസ്. ഇത് കഴിഞ്ഞ സമ്മാന വിതരണം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജിമാഷായിരുന്നു. അറിയിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ കേരള പോലീസിന്റെ മുൻ ക്യാപ്റ്റൻ അലക്സ് എബ്രഹാമിനോട് അഭ്യർത്ഥിക്കുന്നു. യാസിമാണ് മാനേജർ. യാസിമായിരുന്നു മാനേജർ. അഭിനന്ദനങ്ങൾ. തിരുവല്ല വിനിജയൻ. ഡോക്ടർ വർഗീസ് ജോസറിൽ നിന്ന് ട്രോഫി സ്വീകരിക്കുന്നു. നല്ല മത്സരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം പൾസ് ഫുട്ബോൾ ടീം 3 വിദേശ താരങ്ങളെ അടക്കം അണിനിരത്തിയ എറണാകുളം പൾസ് ഫുട്ബോൾ ടീം എൽദോയ്ക്കും ടീം അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. റണ്ണേഴ്സിന് 1 ട്രോഫിയുടെ ഉണ്ട്. ദയവായി ടീം അംഗങ്ങൾ കടന്നു വരും. റെഡിയായോ?